ആന്റിന പാരാമീറ്ററിലെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആന്റിനയുടെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. ആന്റിന ഇപ്പൊ റേഡിയേറ്റർ ആയിട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കളക്ടർ ആയിട്ട്, അതായത് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ റിസീവർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആന്റിനയുടെ എഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാർ ദ ആന്റിന ഈസ് എഫക്റ്റീവ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ഓർ റിസീവിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നാണ് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കൊണ്ട് എത്ര ലെങ്തിലാണ് അല്ലെങ്കിൽ എത്ര ഹൈറ്റിലാണ് നമുക്ക് ആന്റിനയുടെ എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ് എഫക്റ്റീവ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് ലെങ്തിന് നമുക്ക് എടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിസീവിംഗ് ആന്റിനയുടെ കേസിലാണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റേഷ്യോ എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷൻ ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് ഫീൽഡ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ LE എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് V/E എന്നാണ് എടുക്കുന്നത്. V/E എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് ഫീൽഡ് സ്ട്രെങ്ത്. ഇപ്പൊ LE എന്ന് പറയുന്നത് മീറ്ററിലാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ലാംഡയിലും നമുക്കിത് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്കറിയാം ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് AE ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് അപ്പർച്ചർ. എന്തായിരുന്നു എഫക്റ്റീവ് അപ്പർച്ചറിന്റെ ഇക്വേഷൻ? എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to V² RL divided by RA plus RL the whole square plus XA plus XL the whole square into P. ഇതാണ് എഫക്റ്റീവ് അപ്പർച്ചറിന്റെ ഇക്വേഷൻ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? V² കണ്ടുപിടിക്കണം. V² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AE ഇൻറ്റു RA പ്ലസ് RL ദ ഹോൾ സ്ക്വയർ പ്ലസ് XA പ്ലസ് XL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു P ഡിവൈഡഡ് ബൈ RL. അതിനകത്ത് V² വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് അതിന്റെ റൂട്ട് വാല്യൂ എടുക്കാം. ഇതിനകത്ത് റൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് AE ഇൻറ്റു RA പ്ലസ് RL ദ ഹോൾ സ്ക്വയർ പ്ലസ് XA പ്ലസ് XL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു P. വേണമെങ്കിൽ സ്ക്വയർ വാല്യൂ ഇൻറ്റു P ഡിവൈഡ് ബൈ റൂട്ട് RL നമ്മൾ എടുക്കാം. റൂട്ട് RL വരും നമ്മളിവിടെ വേറൊരു ഇക്വേഷനും കൂടെ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് P is equal to, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു P is equal to E² ഡിവൈഡഡ് ബൈ Z. ഇപ്പൊ E² ഡിവൈഡ് ബൈ Z എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് ആദ്യമേ നമുക്ക് V എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. V is equal to വരുമ്പോഴത്തേക്ക് ഈ ഒരു വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് ഓഫ് AE ഇൻറ്റു RA പ്ലസ് RL ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിന്റെ റൂട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ XA പ്ലസ് XL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു P ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ Pക്ക് പകരം നമുക്ക് എന്ത് ചെയ്യണം? E² എന്നുള്ള ടേം എടുക്കാം. E² ഡിവൈഡഡ് ബൈ എന്ത് വരും? Z എന്നാണ് വരുന്നത്. സോ നമുക്ക് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ZRL എന്ന് എടുക്കാം. ഇതാണ് നമുക്ക് ഇവിടെ E² ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ZRL എന്നുള്ള ടൈമിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്കറിയാം LE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V ഡിവൈഡഡ് ബൈ E ആണ് നമ്മൾ എടുക്കുക. അപ്പൊ LE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു V എന്ന് പറഞ്ഞ ഈ ടേം ഡിവൈഡഡ് ബൈ E എന്നുള്ള ടൈമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ E എന്നുള്ള ടൈം വരുമ്പോൾ ഈ E E²ന്റെ E കൂടെ നമുക്ക് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്തേക്കുന്നത്. E² റൂട്ട് മാറുമ്പോൾ E ആകും. ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ V/E ആണ് എടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് AE ഇൻറ്റു RA പ്ലസ് RL ദ ഹോൾ സ്ക്വയർ പ്ലസ് XA പ്ലസ് XL ദ ഹോൾ സ്ക്വയർ. ഈ ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ZRL ആണ് വരുന്നത്. ZRL ഇതാണ് എഫക്റ്റീവ് ലെങ്ത്. മുൻപേ പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുപോലെ തന്നെ കണ്ടീഷനകത്ത് നമുക്കിവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ അറിയാം നമുക്ക് XA എന്ന് പറയുന്നത് XLനോട് ഈക്വൽ -XLനോട് ഈക്വൽ ആയിട്ട് വരും. അതുപോലെ RA എന്ന് പറയുന്നത് RL, അതായത് മാക്സിമം പവർ ലോസ് എല്ലാം കളഞ്ഞിട്ട് മാക്സ്. അപ്പൊ RL എന്ന് പറയുന്നത് ലോസ് എന്ന് പറയുന്നത് ലോസ് റെസിസ്റ്റൻസ് നമ്മൾ 0 ആയിട്ട് എടുക്കും. അപ്പം ആന്റിന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയേഷൻ റെസിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആയിട്ട് വരും. ഈ കണ്ടീഷൻസ് എല്ലാം മുൻപിലത്തെ ടോപ്പിക്കുകളിലെല്ലാം നമ്മൾ പറഞ്ഞാണ്. ആ കണ്ടീഷൻസ് എല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് LE is equal to എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞെടുക്കുമ്പം 2 ഇൻറ്റു റൂട്ട് ഓഫ് AE എഫക്റ്റീവ് അപ്പർച്ചർ. നമുക്കറിയാം മാക്സിമം പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം M നമ്മളിവിടെ കൊടുത്തു. R ആണ് നമ്മളിവിടെ വരുന്നത്. RL എന്ന് പറഞ്ഞാൽ 0 ആകും. ഡിവൈഡഡ് ബൈ റൂട്ട് Z. ഇതാണ് നമ്മളിവിടെ എടുക്കുക. ഇത് മീറ്ററിൽ അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് മീറ്റർ ഓർ
ലാംഡയിലായിരിക്കും നമ്മളിവിടെ പറയുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് എ ഇ മാക്സിമം ഇത് എഫക്റ്റീവ് ലെങ്ത് ഇതാണ് നമുക്കിവിടെ എടുക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എ ഇ മാക്സിമം എന്താന്നുള്ള കേസ് നമുക്കിവിടെ എടുക്കാം. എ ഇ മാക്സിമം is equal to L E square Z divided by 4RR. ഇതാണ് നമുക്ക് എ ഇ മാക്സിമം എന്ന് പറയുന്നത്. അപ്പം എഫക്റ്റീവ് ലെങ്ത് നമ്മൾ നോക്കി, അതുപോലെ തന്നെ എ ഇ മാക്സിമം എന്ന് പറഞ്ഞ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവ് അപ്പർച്ചറിന്റെ കേസിൽ നമുക്കിത് പറയാൻ വേണ്ടി പറ്റും. എഫക്റ്റീവ് അപ്പർച്ചറിന്റെ കേസിൽ പറയുമ്പോഴത്തേക്ക് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ L ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എ ഇ മാക്സിമം ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഇസഡ് എന്ന് പറയും. ഇത് മീറ്റർ അല്ലെങ്കിൽ ലാംഡയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, മീറ്റർ അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത്. എ ഇ എന്ന് പറയുന്നത് ഇതിനകത്ത് എ എടുക്കുമ്പോൾ L E സ്ക്വയർ Z ഡിവൈഡ് ബൈ 4R എന്നാണ് പറയാം. ഇത്രയേ ഉള്ളൂ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ.